ഹലോ. മോന് ഒരു ജുബ്ബ അടിക്കാനുണ്ടായിരുന്നു. ഇന്നേതാ 13-ാം തീയതി. നാളെ എന്താ പറയുക, ശിശുദിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ ചെറിയൊരു ജലദോഷമുണ്ട്. ചിത്ര അവിടെ പോയി. ഈ ഒരു ടൈപ്പ് ജുബ്ബ ചെയ്യാനും അതേമാതിരി ആ തൊപ്പി ചെയ്യണം. അപ്പോൾ പേപ്പറാണ് അവർ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയപ്പം ക്ലോത്ത് വെച്ചടിക്കാമെന്ന് കണ്ടു. അപ്പോൾ ഇതുപോലെ പാൻറ്റും കുർത്തി അടിക്കണം. ഞാൻ കുറേ മുന്നേ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ചെയ്തതാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, ചെയ്ത് നോക്കണം. എന്നാലും നല്ല ജലദോഷമുണ്ട്. ഫാബ്രിക്കാണ്, ഇതാണ് ഫാബ്രിക്ക് വരുന്നത്. നല്ല ജലദോഷം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇത് ഞാൻ എന്താ പറയുക 2 ദിവസമായിട്ടുള്ളൂ മേടിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു കോട്ടൺ ആയതുകൊണ്ട് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് 4 മണിക്കൂർ കുതിർത്തിട്ടിട്ട് 4 മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞ് വിരിച്ചിടണം. അപ്പം അടിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങൂലെന്ന് അവർ പറയുന്നത്. ആ ഷർട്ടിൻ്റെ പീസാണ് വാങ്ങിച്ചത് തന്നെ. എൻ്റെ കയ്യിലുണ്ട് ഫാബ്രിക് വൈറ്റ്, പക്ഷെ അത് കോട്ടൺ സ്ലബാണ്. ഭയങ്കര കുഴഞ്ഞിട്ട് നമുക്ക് അടിക്കുമല്ലോ. അപ്പോൾ ഇവർക്ക് ഡ്രസ്സ് അടിക്കുമ്പോഴത്തേക്കും ഒന്നിലും കുഴഞ്ഞു പോവാം. അപ്പോൾ അത് രസമില്ല, ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് 1.20 മേടിച്ചത്. പാൻറ്റിനും ഷോളിനല്ല, പാൻറ്റിനും കുർത്തയ്ക്കും കൂടെ ആയിട്ട് 450. 1 മീറ്റർ 390 390. മോൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാറ്റേൺ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ. എനിക്ക് നല്ല ജലദോഷമായിട്ട് ഞാൻ രാവിലെ തന്നെ കട്ടിങ്ങിന് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലും, കാരണം കുറേ മുന്നെയാണ് ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലും ചെയ്തു. പിന്നെ ഇവന് മുന്നേ ഒരു ജുബ്ബ അടിച്ചിട്ടുണ്ടായിരുന്നു പുറത്തു നിന്ന്. അപ്പോൾ അത് 350 ആയിരുന്നു പുറത്തു നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മെറ്റീരിയൽ വാങ്ങുന്ന സ്ഥലത്ത് ചോദിച്ചപ്പോൾ അത് ഷോപ്പായതുകൊണ്ട് 450 ആണ് അവർ സ്റ്റിച്ചിങ് ചാർജ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. കാരണം ഇവന് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ് കോഡിൻ്റെ അത് വരുന്നത് കൊണ്ട് എന്താ പറയുക, മാച്ചിങ്ങിന് നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങ് അടിക്കാമല്ലോ. മറ്റേത് പോയി നോക്കുമ്പോഴേ കിട്ടത്തില്ല. അപ്പം ഞാൻ ആ ജുബയും അങ്ങനെ എല്ലാം കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷേ വേസ്റ്റ് നമ്മൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എന്താ പറയുക, ക്രോച്ച് ഉണ്ടല്ലോ, അത് കൂടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയല്ലല്ലോ ഇവരെ സ്ലീവ് കട്ട് ചെയ്യുന്നത്. പീസെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഫസ്റ്റ് ഞാൻ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഞാൻ മെറ്റീരിയൽ വാങ്ങിച്ച സ്ഥലത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിച്ചിങ് ചാർജ് എത്രയാണെന്നുള്ളത്. അപ്പം കുർത്തയ്ക്കും 3 വയസ്സായ കുട്ടീൻ്റെത് സ്റ്റിച്ച് ചെയ്യാൻ 450 ആണെന്ന് അവർ പറഞ്ഞ സ്റ്റിച്ചിങ് ചാർജ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. കാരണം മോനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഡ്രസ് കോഡ് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ആവണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് ചെയ്യാം. ഓക്കെ. സ്റ്റിച്ച് ചെയ്യണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, എനിക്ക് തീരെ സുഖമില്ലേന്ന്. അപ്പോൾ കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഞാൻ പോയി കിടക്കും, പിന്നെ വരും. അപ്പോൾ ഇപ്പോഴാണ് ചെയ്ത് തീർന്നത്. പാൻറ് സ്റ്റിച്ച് ചെയ്തു. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ക്രോസ് ഉണ്ടല്ലോ, അത് കുറച്ച് കൂടിപ്പോയി. പിന്നെ കുർത്ത ചെയ്ത് ഇനി ഇതിൽ ബട്ടൺ വയ്ക്കാനേ ഉള്ളൂ. പിന്നെ നെഹറായിട്ട് ഒരുങ്ങുന്നതുകൊണ്ടൊരു തൊപ്പി ഇട്ടിട്ടുള്ള വീഡിയോ ഇടാട്ടോ ഇതിലേക്ക്.